നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയ കേസിലാണ് സൈബർ പോലീസിന്റെ നടപടി. ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന വീഡിയോ രാഹുൽ ഈശ്വറിന്റെ സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെട്ടു. സാറേ, എങ്ങോട്ടാ കൊണ്ടുപോകണം സാർ? അങ്ങനല്ല, ഞങ്ങൾ വിളിച്ച് പറയണോ? എന്താ അഡ്വക്കേറ്റ് വിളിക്കണോ? അങ്ങനെ എന്താ അറിയാമോ, എനിക്ക് തിരിച്ച് 7 മണിക്ക് ചർച്ചയുണ്ട്. തിരിച്ചതിന് മുമ്പിൽ എത്താൻ പറ്റൂ? എന്റെ വണ്ടി വരാമോ? എന്നാ ശരി. ഇറങ്ങി. ലാപ്ടോപ്പ് ഓഫീസിലാണ്, ടെക്നോ പാർക്ക്. പക്ഷെ ഇന്ന് അടപ്പാ. ഇന്ന് സാർ ഹലോ, ഞാൻ എന്തായാലും വൈദ്യപരിശോധനയ്ക്കായി രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. വ്യാജ പരാതിയെന്ന് രാഹുൽ ഈശ്വർ 24 പറഞ്ഞു. മെൻസ് കമ്മീഷന്റെ ആവശ്യമുണ്ട്. രാഹുലിനെ സപ്പോർട്ട് ചെയ്യേണ്ട ദേഷ്യമാണ് മെൻസ് കമ്മീഷൻ. ആ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടില്ല, ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല. ഇത് വ്യാജ പരാതിയാണ്, ഇതുകൊണ്ടാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. നമ്മുടെ മകനും അച്ഛനും ഒക്കെ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ദയവായി ശ്രദ്ധിക്കുക, നിങ്ങൾ, നമ്മളുടെ അച്ഛൻ, നമ്മളുടെ മകൻ ജയിലിൽ നിന്നൊരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല, കള്ളം പറയുവാണ്, കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. മെൻസ് കമ്മീഷന്റെ ആവശ്യം ഇതുകൊണ്ടാണ്. ഞാൻ ആ പെൺകുട്ടിയുടെ ഫോട്ടോ പങ്കുവച്ചു, പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്നാണ് പറഞ്ഞത്. പച്ചക്കള്ളമാണ്, ഒരു വ്യാജ കേസാണ്. ആ വ്യാജ പരാതിക്കാരിക്കെതിരെ ഞാൻ പരാതി കൊടുക്കും. ജാമ്യം കിട്ടിയ അതുകൊണ്ട് വ്യാജ പരാതിയാണ്. നിങ്ങൾ ഒന്നെന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് എടുത്ത് നോക്കുക, വ്യാജ പരാതിയാണ്. നിങ്ങൾ ഒന്നെന്റെ ഫേസ്ബുക്ക്. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം രാഹുലിനെ കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. പുതിയ വിവരങ്ങൾ റിനു ശ്രീധർ. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം വാഹനത്തിൽ തന്നെ AR ക്യാമ്പിൽ ചോദ്യം ചെയ്യലിലെത്തുകയായിരുന്നു. സൈബർ DCPയുടെ നേതൃത്വത്തിൽ ഇവരെ ചോദ്യം ചെയ്തു. രാഹുലിനെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൃത്യമായി ആദ്യം അവൈലബിൾ ഒഫൻസുകളൊക്കെയാണ് ചാർജ് ചെയ്തതെങ്കിൽ പിന്നീട് 75(1) 4 വകുപ്പ് കൂടി കൂട്ടിച്ചേർക്കുന്ന ഒരു സാഹചര്യം. നോൺ വെയിലബിൾ ആണ് ഈ കേസ്. അതിനെ തുടർന്നാണ് വൈദ്യപരിശോധന നടത്തുകയും നാളെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ സ്വന്തം ജാമ്യത്തിൽ, അതായത് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിടും എന്നുള്ളതാണ് ലഭിച്ച വിവരമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർത്തു. ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരത്തെ തുടർന്നാണ് അത്തരത്തിൽ കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർത്തതും. നോൺ വെയിലബിൾ ആയതുകൊണ്ട് തന്നെ നാളെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കി. വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുമ്പോൾ അദ്ദേഹം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു മാധ്യമങ്ങളോടക്കം, താൻ ഒരു തെറ്റും ചെയ്തില്ല, മനഃപൂർവ്വം തന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഇരയായ പെൺകുട്ടിയുടെ ഫോട്ടോയോ വീഡിയോ ഒന്നും തന്നെ ഒരു തരത്തിലും താൻ പോസ്റ്റ് ചെയ്തിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ പരിശോധിക്കണം, മെൻസ് അസോസിയേഷൻ വേണം, ഇതാണ് പറയുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. തുടർന്ന് തിരികെ ഇപ്പോൾ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. നാളെ 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കും. ശരി, റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം. നടന്നത് അശാസ്ത്രീയ ഗർഭഛിദ്രമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ജീവൻ പോലും അപകടത്തിലാക്കാവുന്ന മരുന്നാണ് രാഹുൽ എത്തിച്ചു നൽകിയതെന്ന് യുവതിയെ ചികിത്സിച്ച ഡോക്ടേഴ്സും സ്ഥിരീകരിച്ചു. രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയെങ്കിലും CCTV ദൃശ്യങ്ങൾ ലഭിച്ചില്ല. ബുധനാഴ്ച മുൻകൂർ ജാമ്യം പരിഗണിക്കും വരെ അറസ്റ്റ് വേണ്ടെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആദ്യ നിലപാട്. തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ ADGP H. വെങ്കടേഷ് നിർദ്ദേശം നൽകി. ഇതോടെ സംസ്ഥാന വ്യാപകമായി പോലീസ് പരിശോധന ആരംഭിച്ചു. രാഹുലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നിരീക്ഷണത്തിലാണ്. വിവരങ്ങൾ അറിയാവുന്ന ബന്ധുക്കളിൽ ചിലരെ പോലീസ് ചോദ്യം ചെയ്തേക്കും. രാഹുൽ കോയമ്പത്തൂരിൽ ഒളിവിൽ കഴിയുന്നുവെന്ന സംശയത്തിൽ അവിടെയും പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തി. 4 മണിക്കൂറാണ് ഫ്ളാറ്റിൽ മാത്രം അന്വേഷണ സംഘം ചെലവിട്ടത്. ഫ്ളാറ്റിലെ CCTV DVRന് ബാക്കപ്പ് കുറവായതിനാൽ യുവതിയെത്തിയ ദിവസത്തെ ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല.
നാളെയും പരിശോധന തുടരും. MLA ഓഫീസിലെത്തിയും അന്വേഷണ സംഘം പരിശോധന നടത്തി. പരാതി നൽകിയ യുവതി അശാസ്ത്രീയ ഗർഭഛിദ്രത്തിന് വിധേയയായെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുവതി ചികിത്സ തേടിയ വിവരം ഡോക്ടേഴ്സിൽ നിന്ന് പോലീസ് സ്ഥിരീകരിച്ചു. യുവതി പോലീസിന് നൽകിയ മെഡിക്കൽ രേഖകളും തെളിവുകളും ശരിവച്ചിട്ടുണ്ട്. ശബ്ദരേഖ യുവതിയുടേത് തന്നെയെന്ന് ഉറപ്പിക്കാൻ ശാസ്ത്രീയ ശബ്ദ പരിശോധന നടത്തും. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ ഒളിവിലുള്ള കൂട്ടുപ്രതി ജോബി ജോസഫിനായ അന്വേഷണം ഊർജിതം. പത്തനംതിട്ട മൈലപ്രയിലുള്ള ജോബിയുടെ സുഹൃത്തിന്റെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തി നോട്ടീസ് നൽകി. ജോബിയുടെ സുഹൃത്തിനോട് ആവശ്യപ്പെടുന്ന പക്ഷം ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടു. രാഹുലിന്റെ ഡ്രൈവർ ആൽവിനെ SIT ചോദ്യം ചെയ്തു. രാഹുലിന്റെ ഫ്ളാറ്റിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ആൽവിനെ രഹസ്യ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്തത്. ഡിസംബർ മാസത്തേക്കുള്ള പുതുക്കിയ ഇന്ധനവില ഖത്തർ എനർജി പ്രഖ്യാപിച്ചു. നവംബർ മാസത്തെ അപേക്ഷിച്ച് പ്രീമിയം ഗ്രേഡ് പെട്രോളിന്റെയും സൂപ്പർ പെട്രോളിന്റെയും വിലയിൽ നേരിയ വർധനവുണ്ടാകും. പ്രീമിയം ഗ്രേഡ് പെട്രോൾ ലിറ്ററിന് 2 റിയാലും സൂപ്പർ പെട്രോളിന് 2 റിയാൽ 5 ദിർഹവുമാണ് പുതുക്കിയ നിരക്കുകൾ. നവംബറിൽ വില യഥാക്രമം ലിറ്ററിന് 1 റിയാൽ 95 ദിർഹവും 2 റിയാലുമായിരുന്നു. അതേസമയം ഡീസലിന്റെ വില മാറ്റമില്ലാതെ തുടരും. ഡീസൽ ലിറ്ററിന് നിലവിലെ നിരക്കായ 2 റിയാൽ 5 ദിർഹം തുടരും. വിദേശത്തുള്ള എല്ലാ പ്രവാസികളും ആസ്തി വെളിപ്പെടുത്തണമെന്ന പ്രചാരണത്തിന് വ്യക്തത വരുത്തി വിദഗ്ധർ. സാധാരണക്കാരായ പ്രവാസികൾ ആസ്തി വെളിപ്പെടുത്തണമെന്ന് നിർദ്ദേശമില്ല. ഇന്ത്യയിൽ താമസിക്കുന്നവരുടെ വിദേശത്തുള്ള സ്വത്തുക്കളുടെയും വരുമാനങ്ങളുടെയും വിവരങ്ങളാണ് ആദായനികുതി വകുപ്പിന് സമർപ്പിക്കേണ്ടത്. എല്ലാ പ്രവാസികളും തങ്ങളുടെ വിദേശത്തുള്ള ആസ്തി വെളിപ്പെടുത്തണമെന്ന് കേന്ദ്ര ആദായനികുതി വകുപ്പിന്റെ നിർദ്ദേശമുള്ളതായി പ്രചാരണമുണ്ടായിരുന്നു. ഇത് തെറ്റാണെന്നും NRI സ്റ്റാറ്റസ് ഉള്ള പ്രവാസികളുടെ വിദേശത്ത് മാത്രമായുള്ള സ്വത്ത് വെളിപ്പെടുത്തേണ്ടതില്ല എന്നും ഈ മേഖലയിലുള്ളവർ പറയുന്നു. ആദായനികുതി വകുപ്പ് പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇന്ത്യയിൽ താമസിക്കുന്നവർ അവരുടെ വിദേശത്തുള്ള ആസ്തികളെക്കുറിച്ചും വരുമാനത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തണം. ഇന്ത്യയിലുള്ള കമ്പനികളുടെ വിദേശത്തുള്ള നിക്ഷേപങ്ങൾക്കും ഈ നിയമം ബാധകമാണ്. എന്നാൽ NRI സ്റ്റാറ്റസ് ഉള്ള പ്രവാസികളുടെ വിദേശത്തുള്ള സ്വത്തിനും വരുമാനത്തിനും ഇത് ബാധകമല്ലെന്ന് സൗദിയിലെ അറബ് കൺസൾട്ട് ഹൌസ് CEOയും പ്രോ യൂണിയൻ ഓഡിറ്റ് ഡയറക്ടറുമായ നജീബ് മുസ്ലിയാരകത്ത് പറഞ്ഞു. റെസിഡന്റ് ഇന്ത്യൻ ആണ്, അയാൾക്ക് വിദേശത്ത് ആസ്തി ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തേണ്ടത്. ഒരു നോൺ റെസിഡൻസ് NRI ആയിട്ടുള്ള ഒരാൾക്ക് അവരുടെ ആസ്തി വെളിപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഇപ്പോഴത്തെ നിയമത്തിലില്ല. രണ്ടാമത്തെ വിഷയം, ഈ സൗദി അറേബ്യയെ കുറിച്ചാണെങ്കിൽ സൗദിയിൽ ഒരുപാട് ഇന്ത്യൻ കമ്പനികളുടെ ഓണർഷിപ്പിൽ സൗദിയിൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കമ്പനികളെല്ലാം റെസിഡന്റ് കമ്പനികളാണ്. അതായത് ഇന്ത്യൻ റെസിഡന്റ് കമ്പനികളാണ് ഇന്ത്യയിലെ പ്രൈവറ്റ് ലിമിറ്റഡ് ഓർ LLP കമ്പനികൾ. ആ കമ്പനികൾ അവരുടെ ആസ്തി അല്ലെങ്കിൽ ആ കമ്പനിയുടെ സബ്സിഡറി ആയിട്ട് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചായിട്ട് സൗദി അറേബ്യയിൽ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്ത്യയിൽ വെളിപ്പെടുത്താൻ ആ കമ്പനി ഓണേഴ്സ് ബാധ്യസ്ഥരാണ്. ഈവൻ ആ കമ്പനി ഓണർ NRI ആണെങ്കിലും ആ കമ്പനി ഇന്ത്യൻ കമ്പനിയാണ്. ഇന്ത്യയിൽ താമസിക്കുന്ന ഏതൊരാളും വിദേശ വരുമാനമോ ആസ്തിയോ ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തേണ്ടതുണ്ട്. വരുമാനം നികുതി പരിധിക്ക് താഴെയാണെങ്കിൽ പോലും അത് വെളിപ്പെടുത്തണം. മുൻ വർഷം 182 ദിവസമോ അതിലധികമോ ഇന്ത്യയിൽ താമസിച്ച വ്യക്തി താമസക്കാരനാണ്. കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടയിൽ 365 ദിവസമോ അതിലധികമോ ഇന്ത്യയിൽ താമസിക്കുകയും അതിൽ കഴിഞ്ഞ വർഷം മാത്രം 60 ദിവസമെങ്കിലും താമസിച്ചവരെയും ഇത് ബാധിക്കും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ആലപ്പുഴ തണ്ണീർമുക്കം സ്വദേശിയായ 10 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, ഒരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് ഈ രോഗം സ്ഥിരീകരിച്ചയാളുടെ ആരോഗ്യനില? വിവരങ്ങൾ എന്താണ് അശ്വിൻ പാലാഴി? റിജിത്ത്, ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ആദ്യമായാണ് ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം ഇവിടെ സ്ഥിരീകരിക്കുന്നത്. തണ്ണീർമുക്കം സ്വദേശിയായ 10 വയസ്സുകാരനാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഈ പരിശോധനാ ഫലം വന്നതോടുകൂടി ഈ മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ജില്ലാ ഭരണകൂടം കടുത്ത ജാഗ്രതയാണ് ആലപ്പുഴ ജില്ലയിൽ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നീന്തൽ കുളങ്ങളും കായലുകളിലുമൊക്കെ കൂടുതലായി ആളുകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. AC റോഡിലടക്കം ഈ കായലുകളിലേക്ക് കൂടുതൽ ആളുകൾ ജലസ്രോതസ്സായി ഉപയോഗിക്കുന്നതും ഈ കായലുകളും കനാലുകളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രതയാണ് നിലവിൽ ആലപ്പുഴ ജില്ലയിൽ നൽകിയിരിക്കുന്നത്. തണ്ണീർമുക്കം സ്വദേശിയായ 10 വയസ്സുകാരനാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വൃത്തിയില്ലാത്ത കുളങ്ങളിലും ജലാശയങ്ങളിലും ഒപ്പം വെള്ളക്കെട്ടുകളിലുമൊക്കെ ക്ലോറിനേഷൻ നടത്താത്ത സ്വിമ്മിംഗ് പൂളുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്യരുത് എന്നുള്ള കർശന നിർദ്ദേശം ഇന്ന് രാത്രിയോടുകൂടി ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒപ്പം ആലപ്പുഴ ജില്ലയുടെ പല പ്രദേശങ്ങളിലും നീന്തൽ പരിശീലന കേന്ദ്രങ്ങളുണ്ട്. ഇവിടെ നീന്തൽ കുളങ്ങൾ അടിയന്തരമായി തന്നെ ക്ലോറിനേറ്റ് ചെയ്യണം
എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ഇതിനകം ഈ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കർശന ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും 10 വയസ്സുകാരനാണ് നിലവിൽ ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സൗദിയിൽ OICC അബഹ കമ്മിറ്റി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഡോക്ടർ ബിജു ഭാസ്കർ ക്ലാസ് എടുത്തു. ബിൻസു ഭാസ്കർ, ഡോക്ടർ അഷ്ഫർ എന്നിവർ സംസാരിച്ചു. OICC അബഹ പ്രസിഡന്റ് വിലാസ് മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങ് ദക്ഷിണ മേഖലാ ജനറൽ സെക്രട്ടറി മനാഫ് പുരുപ്പിൽ ഉദ്ഘാടനം ചെയ്തു. സലീം ബാവ, സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. സൗദിയിലെ ദമാം നവയുഗം സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന റിതം ട്യൂൺസ് ഓഫ് ഇന്ത്യ സംഗീത പരിപാടി ഡിസംബർ 5-ന് അരങ്ങേറും. ദമാമിലെ ലൈഫ് പാർക്കിൽ നടക്കുന്ന പരിപാടിയിൽ KS ചിത്ര, പിന്നണി ഗായകരായ അഫ്സൽ, അനാമിക, ശ്രീരാഗ് ഭരതൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. സൗദിയിലെ ദമാമിൽ ജീവകാരുണ്യ രംഗത്ത് വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയരായ ദമാം നവയുഗം സാംസ്കാരിക വേദിയാണ് കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസികൾക്കായി റിതം ട്യൂൺസ് ഓഫ് ഇന്ത്യ എന്ന സംഗീത പരിപാടി കൂടി ഒരുക്കുന്നത്. ഡിസംബർ 5-ന് ദമാമിലെ ലൈഫ് പാർക്കിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ തെക്കേ ഇന്ത്യയുടെ വാനമ്പാടി KS ചിത്ര, പിന്നണി ഗായകരായ അഫ്സൽ, അനാമിക, ശ്രീരാഗ് ഭരതൻ ഉൾപ്പെടെ ഒരു കൂട്ടം ഓർക്കസ്ട്ര ടീമും പങ്കെടുക്കും. KS ചിത്ര ഇതാദ്യമായാണ് ദമാമിലെത്തുന്നത്. ഈ ഇവന്റുമായി സഹകരിച്ച് ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയുടെ അംഗീകാരത്തോടെയാണ് റിതം ട്യൂൺസ് ഓഫ് ഇന്ത്യ എന്ന പരിപാടി ഒരുക്കുന്നത്. പ്രവാസികൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം മാറിയ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്കിവിടെ ഉള്ളത്. പണ്ടൊരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇത്തരത്തിൽ ആലോചിക്കാൻ പോലും കഴിയത്തില്ല. ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് എന്റർടൈൻമെന്റ് അതോറിറ്റിയൊക്കെ ഇത്തരം പരിപാടികൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതിനുവേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു. നമ്മൾ നവീന ആദ്യമായിട്ട് ഇത്തരത്തിലൊരു മെഗാ ഷോ നമ്മൾ സംഘടിപ്പിക്കും. 3-4 മണിക്ക് തന്നെ നമ്മൾ പരിപാടികൾ ആരംഭിക്കും. കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന നൃത്യങ്ങളും പരിപാടിയിൽ അരങ്ങേറും. സംഗീത വിസ്മയങ്ങൾ തീർക്കുന്ന റിതം ട്യൂൺസ് ഓഫ് ഇന്ത്യയിലേക്കുള്ള പാസുകൾ ഓൺലൈനായും കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖ സ്ഥാപനങ്ങൾ വഴിയും ലഭിക്കുമെന്നും പരിപാടിയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായും സംഘാടകർ അറിയിച്ചു. 8000-ഓളം പേർക്കുള്ള വിശാലമായ സൗകര്യമാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. നാട്ടിൽ നിന്നും എത്തുന്ന 18ഓളം വരുന്ന കലാകാരന്മാർ അണിനിരന്നുള്ള 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിലൂടെ കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസികൾക്ക് സംഗീത വിസ്മയ കാഴ്ചകൾ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ദമാമിലെ നവയുഗം സാംസ്കാരിക വേദി പ്രവർത്തകർ. സുബൈറുദ്ദീനൂർ, 24 ദമാം. സൗദിയിലെ ദമാം നവയുഗം സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന റിതം ട്യൂൺസ് ഓഫ് ഇന്ത്യ സംഗീത പരിപാടി ഡിസംബർ 5-ന് അരങ്ങേറും. ദമാമിലെ ലൈഫ് പാർക്കിൽ നടക്കുന്ന പരിപാടിയിൽ KS ചിത്ര, പിന്നണി ഗായകരായ അഫ്സൽ, അനാമിക, ശ്രീരാഗ് ഭരതൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ദോഹ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാര നേട്ടവുമായി കോട്ടയം സ്വദേശിനി അജിയാൽ ഷോർട്ട് ഫിലിം പുരസ്കാരമാണ് വിന്നി ആൻബോസിന്റെ സുലൈമാനി എന്ന ചിത്രത്തിന് ലഭിച്ചത്. മികച്ച ഫീച്ചർ ഫിലിം അവാർഡ് കൗതർ ബെൻ ഹാനിയയുടെ ദ വോയിസ് ഓഫ് ഹിന്ദ് റജബിനും ലഭിച്ചു. $12,000 സമ്മാനത്തുക. പാരീസിൽ യാദൃശ്ചികമായി കണ്ടുമുട്ടുന്ന 2 മലയാളി യുവതികളുടെ കഥ പറയുന്ന ചിത്രമാണ് സുലൈമാനി. 2 വർഷത്തോളം സമയമെടുത്താണ് സുലൈമാനി സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിച്ചതെന്ന് വിന്നി ആൻബോസ് പറഞ്ഞു. ലിറ്റ്വ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയിൽ രക്ഷാപ്രവർത്തനം തുടർന്ന് ഇന്ത്യൻ വ്യോമസേന. ശ്രീലങ്കയിൽ നിന്ന് 335 ഇന്ത്യൻ പൗരന്മാരെ വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിച്ചു. ഇതിൽ 237 പേർ മലയാളികളാണ്. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, വിവരങ്ങൾ. പ്രജിത്ത, ഡിറ്റ്വ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീലങ്കയിൽ നാവികസേനയുടെ ഇടപെടൽ വലിയ രീതിയിൽ നടക്കുന്ന ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായിട്ടാണ് ശ്രീലങ്കയിൽ നിന്ന് ഒരു വലിയ ഇടപെടൽ നടത്തുന്നത്. സേന 335 ഇന്ത്യൻ പൗരന്മാരെ തിരുവനന്തപുരത്ത് വിമാനമാർഗം എത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ 237 പേരും മലയാളികളാണ്. ഇവരെ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ നോർക്കയുടെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിട്ടുണ്ട്. തുടർന്ന് ഇവർക്ക് നാട്ടിലേക്ക് പോകുന്നതിന് എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഇവരുടെ വീട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടേക്ക് പോകുന്നതിന് വേണ്ടി KSRTC ബസ്സും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. രാത്രി 12:45 മറ്റൊരു വിമാനത്തിൽ 80ഓളം പേർ കൂടി തിരുവനന്തപുരത്ത് എത്തും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായി ശ്രീലങ്കയിൽ മാനുഷിക സഹായവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന. ശ്രീലങ്കയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മൂലമുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഈ ടോൾ ഫ്രീ നമ്പരും നൽകിയിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നതിന് വേണ്ടി. ഇങ്ങനെ എല്ലാ സഹായവും ലഭ്യമാക്കിയിട്ടുണ്ട്. നിലവിൽ 335 ഇന്ത്യൻ പൗരന്മാരെയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. അതിൽ 237 പേർ മലയാളികളാണ്.
ഡിറ്റ്വ ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ച ശ്രീലങ്കയിൽ നിന്ന് വ്യോമസേന ഇപ്പോൾ 335 ഇന്ത്യൻ പൗരന്മാരെ വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുകയാണ്. ഇതിൽ 237 പേർ മലയാളികളാണ്. അൽമിന്തസ ചോക്ലേറ്റ് ആൻഡ് ഫുഡ് സ്റ്റഫിന്റെ പുതിയ ശാഖ ജിദ്ദയിൽ പ്രവർത്തനം ആരംഭിച്ചു. അൽകുംറയിലാണ് പുതിയ സംരംഭം പ്രവർത്തനം തുടങ്ങിയത്. ജിദ്ദയിലെ ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും ലോകോത്തര ചോക്ലേറ്റുകളുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും വിപുലമായ ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജിദ്ദയിലെ അൽകുംറ ദവർ നുജൂമിലാണ് അൽ മിന്തസ ചോക്ലേറ്റ് ആൻഡ് ഫുഡ് സ്റ്റഫിന്റെ വിശാലമായ ഗോഡൌൺ പ്രവർത്തിക്കുന്നത്. ഹോൾസെയിൽ റീറ്റെയിൽ വ്യാപാരികൾക്ക് ഒരുപോലെ പ്രയോജനകരമാകുന്ന രീതിയിൽ ഏറ്റവും വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്നു എന്നതാണ് അൽ മിന്തസയുടെ മുഖ്യ ആകർഷണം. ചെയർമാൻ മുഹമ്മദ് ഷമീർ ചരലിന്റെ സാന്നിധ്യത്തിൽ മാനേജിംഗ് ഡയറക്ടർ ഉമർ ഇബ്രാഹിം അൽ സുഹൈബി ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗദിയുടെ പരമ്പരാഗത ഫോൾക്ക് ഡാൻസും ഉണ്ടായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ ചോക്ലേറ്റുകളും ഭക്ഷ്യവസ്തുക്കളും ഒരു കുടക്കീഴിൽ ഇവിടെ ലഭ്യമാണ്. സൗദി അറേബ്യയിലെ അൽമിന്തസയുടെ 3ാമത്തെ ശാഖയാണിത്. റിയാദ്, ദമാം എന്നിവിടങ്ങളിൽ ശാഖകളുണ്ട്. സൗദിയിലെ എല്ലാ പ്രധാന ഭാഗങ്ങളിലും ഉടൻ തന്നെ കൂടുതൽ ബ്രാഞ്ചുകൾ തുറക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്ന് ചെയർമാൻ ഷമീർ ചരലിൽ പറഞ്ഞു. വേൾഡിലെ എല്ലാ കൺട്രിയിൽ നിന്നും ഡയറക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് ചോക്ലേറ്റുകളും ഫുഡ് ഐറ്റംസും എല്ലാം ഡയറക്റ്റ് കൊണ്ടുവരികയാണ്. അതാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസിന് കസ്റ്റമേഴ്സിന് നമുക്ക് നൽകാൻ കഴിയും. ഇനി ജിദ്ദയിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും ജിദ്ദയിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ്. പ്രശസ്തമായ റൂഹ് ഹഫ്സയുടെ സൗദിയിലെ ഔദ്യോഗിക വിതരണക്കാർ കൂടിയാണ് അൽമിന്തസ. റൂഹ് ഹഫ്സന്റെ 10 വർഷത്തെ സൗദിയിലെ ഡീലർഷിപ്പ് അൽമിന്തസ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്കാണ് കിട്ടിയിരിക്കുന്നത്. 10 വർഷത്തിന് റൂഹ് ഹഫ്സയായിട്ടുള്ള സൈൻ ചെയ്തിട്ടുണ്ട് ഡീല്. അതുകൊണ്ട് ഈ പ്രാവശ്യം മുതലാണ് റൂഹ് ഹഫ്സന്റെ ഏജൻസി അൽമിന്തസ ഗ്രൂപ്പിന് കിട്ടിയിരിക്കുന്നത്. ആ ഒരു സന്തോഷവും നിങ്ങൾ എല്ലാവരെയും അറിയിക്കുകയാണ്. അലി അക്ബർ ചരലിൽ, നൌഷാദ് മുഴുവൻ കോട്ടിൽ, അബ്ദുറഹ്മാൻ കയറ്റിങ്കിൽ, ഹസൻ ആലിക്കൽ തുടങ്ങിയവരും വ്യവസായ വാണിജ്യ രംഗത്തെ നിരവധി പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ജലീൽ കണമകലം, 24 ജിദ്ദ. സൗദി ഇന്ത്യൻ ഫുട്ബോൾ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ജിദ്ദയിൽ നടക്കുന്ന സിഫ് ചാമ്പ്യൻസ് ലീഗിൽ എ ഡിവിഷനിൽ നിലവിലെ ചാമ്പ്യന്മാരായ മഹിജർ എഫ് സിക്ക് തകർപ്പൻ ജയം. ഇന്ത്യൻ താരം സഹൽ അബ്ദുൽ സമദ് ഉൾപ്പെടെയുള്ള താരങ്ങൾ അണിനിരന്ന മഹിജർ എഫ് സി 1-നെതിരെ 3 ഗോളുകൾക്ക് ACC ടീമിനെ തോൽപ്പിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് താരം റിസ്വാൻ അലി, കൽക്കത്ത മുഹമ്മദൻസ് താരം അബ്ദുൽ ഹന്നാൻ, റിഫ്താഹ് റംസാൻ തുടങ്ങിയവർ ഇരു ടീമുകളിലുമായി ബൂട്ടണിഞ്ഞു. മഹിജർ എഫ് സിയുടെ രാഹുലാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ബി ഡിവിഷൻ മത്സരങ്ങളിൽ IT സോക്കറും ഫാൽക്കൺ എഫ് സിയും യാസ് എഫ് സിയും വിജയിച്ചു. ഡി ഡിവിഷനിൽ JSC സോക്കർ അക്കാദമി സെമി ഫൈനലിൽ പ്രവേശിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂർ പെണ്ണുക്കര സ്വദേശി ശരത് ഗോപാൽ കുവൈത്തിൽ അന്തരിച്ചു. 35 വയസ്സായിരുന്നു. കടുത്ത പനിയെ തുടർന്ന് മുബാറക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി കലാ കുവൈത്ത് ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിലെ ടെലിവിഷൻ റേറ്റിംഗ് തിരിമറി സംബന്ധിച്ച 24 വെളിപ്പെടുത്തലിൽ വിശദവും സമയബന്ധിതവുമായ അന്വേഷണം ആവശ്യപ്പെട്ട് രാജ്യത്തെ വാർത്താ ചാനലുകളുടെ സംഘടനയായ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ ഓപ്പറേഷൻ സത്യയിലൂടെ 24 പുറത്തു കൊണ്ടുവന്ന വിവരങ്ങൾ ഉത്കണ്ഠാജനകമാണെന്നും NBF വ്യക്തമാക്കി. അതിനിടെ തിരിമറിയെക്കുറിച്ച് ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസിയായ ബാർക്ക് ഇന്ത്യ പ്രഖ്യാപിച്ച ഫോറൻസിക് ഓഡിറ്റിംഗ് തുടരുകയാണ്. ഡൽഹിയിലെ റിപ്പബ്ലിക് TV ആസ്ഥാനത്ത് NBF പ്രസിഡന്റ് അർണാബ് ഗോസ്വാമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പിൽ അതീവ ആശങ്ക രേഖപ്പെടുത്തി. ഇക്കാര്യത്തിൽ സമഗ്രവും സമയബന്ധിതവുമായ അന്വേഷണം നടത്താൻ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തോട് NBF ആവശ്യപ്പെട്ടു. ടെലിവിഷൻ മേഖലയെ തകർക്കുന്ന നടപടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു മലയാളം വാർത്താ ചാനൽ ഉടമയും ബാർക്ക് ജീവനക്കാരനും കോടികൾ കൈമാറിയത് ക്രിപ്റ്റോ കറൻസി വഴിയെന്നും 24 നടത്തിയ ഓപ്പറേഷൻ സത്യയിൽ പുറത്തുവന്നതാണെന്നും NBF ചൂണ്ടിക്കാട്ടി. NBF സ്ഥാപക ഡയറക്ടറും 24 ചീഫ് എഡിറ്ററുമായ R ശ്രീകണ്ഠൻ നായരും വാർഷിക യോഗത്തിൽ പങ്കെടുത്തു. അതിനിടെ 24 വാർത്ത രാജ്യത്തെ വിവിധ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. કેરળમાં TRP ने नामे दर्शकोની આંખોમાં ધૂળ ઝોકવાની ઘટના સામે આવી છે. आप तक पहुंचा रहे केरल में बैक TRP के खेल का महा घोटाला इस वक्त सामने आया है. टेलीविजन റേറ്റിംഗിൽ തിരിമറിയെന്ന 24 വാർത്തയ്ക്ക് പിന്നാലെ
ബാർക്ക് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഫോറൻസിക് ഓഡിറ്റിംഗിനായി സ്വതന്ത്ര ഏജൻസിയെ നിയമിച്ചതായാണ് ബാർക്കിന്റെ പ്രഖ്യാപനം. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.